ായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേ ഇപ്പം വളരെ ഞാനിപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്താണോ ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത് അതിവിടെ നടക്കുന്നുണ്ട് എന്ന് സന്തോഷമാണ്. കാരണം എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച സത്സംഗങ്ങൾ അല്ലെ, സത്സംഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വെച്ചാൽ അത് വളരെ പോസിറ്റീവായ എനർജി തരുന്ന ഒന്നാണ്. ഒരു വിഷ്ണു പുരാണത്തിൽ ഒരു കഥ ഉണ്ട്, ചെറിയൊരു കഥയാണ്. ഒരു ദിവസം നാരദൻ വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഹേ ഭഗവാൻ, എനിക്ക് ഈ സത്സംഗത്തിന്റെ, ഇതൊരു സത്സംഗമായതുകൊണ്ട് പറയുന്നതാണ്, സത്സംഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പോ ഭഗവാൻ പറയും, ഹലോ നാരദ, ചെറിയ സിമ്പിൾ കാര്യമല്ലേ, കുറച്ച് മുടാന് പറയണേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഭൂമിയിലേക്ക് പോകൂ. ഭൂമിയിലേക്ക് പോയാൽ ഹിമാലയം എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ കുറച്ച് താഴെയായിട്ട് ഒരു മാനസ സരോവർ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ കരയിൽ ധാരാളം പൂക്കളുണ്ടാവും. ആ പൂക്കളിലേക്ക് ഒരു വണ്ട് തേൻ കുടിക്കാൻ വരും. ആ വണ്ടോട് ചോദിച്ചാൽ നിന്റെ ക്വസ്റ്റ്യനൊക്കെ ക്ലിയർ ചെയ്തിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാരദൻ നാരായണ നാമൊക്കെ ചൊല്ലിക്കൊണ്ട് തടാകത്തിലേക്ക് വരികയാണ്. തടാകത്തിന്റെ അടുത്ത് വന്ന സമയത്ത് തടാകത്തില് അടുത്ത് മനോഹരമായ പൂന്തോട്ടം, അതിൽ പൂക്കളുണ്ട്. ഒരു വണ്ട് മൂളിപ്പാട്ട് പാടിയിട്ട് വരികയാണ്. വന്ന സമയത്ത് ചോദിച്ചു, ഹേ വണ്ടേ, ഈ സത്സംഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു. ഇത് ചോദ്യം കേട്ട മാത്രയിൽ വണ്ട് നാരദ മഹർഷി ഒന്ന് നോക്കിയ സമയത്ത് അത് പടഞ്ഞു വീണ് മരിച്ച സമയത്ത് ആകെ വിഷമമായി നാരദൻ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോയ സമയത്ത് ഭഗവാനോട് പറഞ്ഞു, ഹേ ഭഗവാൻ, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഒന്ന് പറഞ്ഞു തന്നൂടെ, ഭഗവാൻ അറിയാലോ എന്തിനാ എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അയ്യോ നാരദ, അങ്ങനെ സംഭവിച്ചോ? നേരെ ഭൂമിയിലേക്ക് ഒന്നും കൂടി പോവാ. അവിടെ ഗംഗ എന്ന് പറയുന്ന അതിമനോഹരമായ നദിയുണ്ട്. ആ നദിയുടെ കരയിൽ ഒരു കർഷക കുടുംബമുണ്ട്. ആ കർഷക കുടുംബത്തിൽ ഒരു പശുക്കിടാവ് ഉണ്ടാവും. ആ പശുക്കിടാവോട് ചോദിച്ചാൽ മതി, ആ പശുക്കിടാവ് പറഞ്ഞു തരുന്നത്. എന്താ ചെയ്യാ, ഭഗവാൻ പറഞ്ഞല്ലേ. വീണ്ടും നാരായണ നാമൊക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവാൻ ആ ഋഷീശ്വരനായ നാരദ മഹർഷി ഭൂമിയിലേക്ക് വരുന്നു. ഗംഗയുടെ നദിക്കരയിലെത്തി. പറഞ്ഞ പോലെ കർഷക കുടുംബം. പക്ഷെ ചോദിക്കേണ്ട ആള് മാത്രം കാണുന്നില്ല, പശുക്കുട്ടീനെ കാണുന്നില്ല. നോക്കി അങ്ങിങ്ങും നോക്കുന്ന സമയത്ത് ഒരു പശുക്കുട്ടി അമ്മയുടെ അകിടിലേക്ക് ഓടി വരികയാണ്. പാല് കുടിക്കാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത് നിക്ക് പോയല്ല, എനിക്കൊരു സംശയമുണ്ട് അല്ലേ, അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ആ പശുക്കിടാവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഈ സത്സംഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഇത് കേട്ട സമയത്ത് ഈ പശുക്കിടാവ് നാരദനെ ഒന്ന് നോക്കി, മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആ പശുക്കിടാവും മരിച്ചു വീണു. സങ്കടമായി, രണ്ടുപേരും മരിച്ചു അല്ലേ. ആദ്യം ഒരു വണ്ട്, പിന്നെ ഒരു പശുക്കിടാവ്. നേരെ തിരിച്ച് വീണ്ടും ഭഗവാന്റെ അടുത്ത് പോയി, ഏ ഭഗവാൻ, എന്തായത് അങ്ങ് പറഞ്ഞു തന്നപ്പോൾ എന്തിനാ വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ, അങ്ങനെ സംഭവിച്ചു. ഒന്ന് വീണ്ടും ഭൂമിയിലേക്ക് പോവുക. അവിടെ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിൽ രാജാവുണ്ട്. രാജാവിന്റെ ഒരു പുത്രൻ ഉണ്ടാവും. ആ ഉണ്ണിയോട് ചോദിച്ചാൽ മതി, ഉണ്ണി നിന്റെ സംശയം നിർത്തുന്നു. അങ്ങനെ നാരദൻ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു. നോക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വന്ന സമയത്ത് ആ കൊട്ടാരം കാണുന്നു. കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ എത്തിയ സമയത്ത് കൊട്ടാരത്തിലെ രാജാവും പരിവാരങ്ങളും എല്ലാവരും ഓടി വന്ന് നാരദനെ സ്വീകരിക്കുകയാണ്. കാരണം നാരദൻ ചെറിയൊരാളല്ല, രാജർഷി പദവിയിൽ നിൽക്കുന്ന ഋഷീശ്വരനാണ്, ഭഗവാൻ തന്നെയാണ്. കാലിൽ വീണു, നമസ്കരിച്ചു, കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി, എല്ലാം കുടിക്കാനൊക്കെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഭഗവാൻ എന്ന് വിളിച്ചു, ഭഗവാൻ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഇവിടെ വന്നുകൊണ്ട് ഇന്നൊരു ദിവസത്തെ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്, ഈ രാജ്യത്തിന് ഒരു അവകാശം ഉണ്ടായിരിക്കുന്നത്. എനിക്കൊരു ഉണ്ണി പിറന്ന ദിവസമാണ്. കാരണം വന്നത് ഉണ്ണിനെ കാണാനാണല്ലോ. ഉണ്ണി പിറന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഉണ്ണിനെ കാണണ്ടേന്ന് ചോദിച്ചു. പിന്നെ ഉള്ളിൽ ടെൻഷൻ തുടങ്ങി. കാരണം വെച്ചാൽ മുമ്പ് നടന്ന പോലെയല്ല, മുണ്ട് രണ്ടും അല്ലേ, ഒരു വണ്ടാണ്, ഒരു പശുക്കുട്ടിയാണ്. ഇത് രാജാവും രാജാവിന്റെ മകനും കൊട്ടാരം എല്ലാം എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. അങ്ങനെ അന്തഃപുരത്തിലേക്ക് പോയി ആ കളിക്കുന്ന ഉണ്ണിയോട് ചോദിച്ചു, ഹേ ഉണ്ണി, നിനക്കെങ്കിലും അറിയോ ഈ സത്സംഗത്തിന്റെ മഹത്വം എന്ന്? എന്താണ് മുമ്പ് സംഭവിച്ചത്? അതേപോലെ സംഭവിച്ചിട്ടില്ല. ആ ഉണ്ണി പറഞ്ഞു, ഹേ മഹാമുനി, ഹേ മഹർഷി, ഞാൻ തന്നെ പറയണോ, ഈ ഭൂമിയിൽ ഒരു വണ്ടായിട്ടാണ് ഞാൻ ജനിച്ചത്. ആ വണ്ടായി ജനിച്ച് ഞാൻ മൂളിപ്പാട്ട് പാടി നടക്കുന്ന സമയത്ത് അങ്ങയുടെ സാമീപ്യം കൊണ്ട്, അങ്ങയുടെ സ്പർശനം കൊണ്ട് ഞാൻ ഭൂമിയിൽ എന്താ പറയണ്ടേ, വീണ്ടും ഒരു ഗോമാതാവിന്റെ പുത്രനായി ജനിക്കാൻ ഇടവന്നു. അങ്ങനെ ഗോമാതാവിന്റെ പുത്രനായി ജനിച്ചുകൊണ്ട് അവിടെ ഓടിക്കളിക്കുന്ന സമയത്ത് അവിടെ
അങ്ങ് വന്നില്ലേ? അവിടെ അങ്ങയുടെ സ്പർശനം വീണ്ടും എനിക്ക് ലഭിച്ചു, സാമീപ്യം വീണ്ടും ലഭിച്ചു. ഞാനിതാ ഒരു രാജകൊട്ടാരത്തിലെ രാജാവിന്റെ മകനായ എല്ലാ സുഖങ്ങളോടുകൂടി ഞാൻ ഇവിടെ ഇനി എനിക്ക് മോക്ഷമാണ് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ജന്മം ഉണ്ടാകണമെങ്കിൽ ഇവിടെയും അങ്ങയുടെ സാമീപ്യം എന്നെ ജീവിതത്തിലേക്ക് ഉയർത്തി എന്നാണ് പറഞ്ഞത്. ഇതൊരു കഥയാകും. പക്ഷെ ഈ കഥയിൽ നിന്ന് നമുക്ക് വരുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. നമുക്ക് കഥയിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ഒരു പണ്ട് പശുക്കിടാവായി മാറി ആ പശുക്കിടാവ് ഒരു രാജകുമാരനായിട്ട് മാറുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർത്തുമെന്ന് നമ്മെ കാണിച്ച, നമ്മെ പഠിപ്പിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ സത്സംഗങ്ങൾ, ഈ ഞായറാഴ്ച നടക്കുന്ന സത്സംഗങ്ങളിലൂടെ നല്ല പ്രഭാഷണങ്ങൾ, നല്ല കഥകൾ ഒക്കെ കേൾക്കുന്ന സമയത്ത്, നമ്മൾ കൂടിച്ചേരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ ഇന്ന് നല്ല സത്സംഗങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് അവർ ലഹരിയുടെയും മാഫിയുടെയും ഒക്കെ പ്രണയത്തിൻ്റെ ഒക്കെ കെണിയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രമുറ്റങ്ങൾ ഇങ്ങനെയുള്ള വേദികളാക്കി മാറ്റിക്കൊണ്ട് ധാർമ്മികമായി ജീവിക്കാനുള്ള, മുന്നേറാനുള്ള കരുത്തിന്റെ ദർശനങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ നടക്കുന്ന പരിപാടികൾ എല്ലാ വർഷവും എല്ലാ മാസവും വളരെ ഗംഭീരമായിട്ട് ഈ ഗ്രാമത്തിൽ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കട്ടെ. ഇനിയും ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. കൈലാസനാഥന്റെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ വേഗം ഇവിടുത്തെ എന്താ പറയണ്ടേ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ ഈ നല്ല ക്ഷേത്രത്തിലെ ജനങ്ങൾക്കും കമ്മിറ്റിക്കാർക്കും സാധിക്കട്ടെ. നമ്മുടെ ഗീതാമൃതം വിദ്യാർത്ഥി ലക്ഷ്യക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിൽ ഒരുപാട് സന്തോഷം. ഗീതാമൃതം കുടുംബത്തിന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്തേ.